ഹലോ, ഇന്ന് തേങ്ങാപ്പാൽ ചേർത്ത അടിപൊളി ചൂരക്കറി തയ്യാറാക്കാം. 1/2 കിലോ ചൂരയാണ് ഇന്ന് ഞാൻ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അതിനായി ആദ്യം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് അതിലൊരു സ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, 3-4 അല്ലി ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇവ ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. പച്ചമുളകും ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. നാല് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചതച്ചിരിക്കുന്നത്, ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇനി ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില ചേർത്ത് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറി ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് കരിയാതെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി, കുടംപുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. കുടംപുളി വെള്ളത്തിലിട്ടത് ഇതിലേക്ക് ആ വെള്ളത്തോടുകൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ മുറി തേങ്ങ പിഴിഞ്ഞത് അതിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ആദ്യം ചേർക്കാം. 2ാം പാൽ ചേർത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. മീനെല്ലാം വെന്ത് കറിയൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ, കട്ടിപ്പാൽ ഇതിലേക്ക് ചേർക്കാം. കട്ടിപ്പാൽ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി ചൂരക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ.